നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പൊതുമുതൽ നശിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടി ഉണ്ടാകണമെന്നാവശ്യപ്പെട്ട് നിയമ കമ്മീഷന്റെ ശുപാർശ. പിഴയായി ചുമത്തുന്ന തുക നശിപ്പിക്കപ്പെട്ട വസ്തുവിന്റെ വിപണി മൂല്യത്തിലേക്ക് തുല്യമായ തുകയായിരിക്കണമെന്ന് കമ്മീഷൻ നിർദ്ദേശിച്ചു. ഇതോടൊപ്പം കുറ്റം ചെയ്തവർക്കും കുറ്റം ചെയ്യാൻ ആഹ്വാനം ചെയ്തവർക്കും ഒരേ ശിക്ഷ തന്നെ നൽകണമെന്നും കമ്മീഷൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. മൂല്യം കണക്കാക്കാൻ കഴിയാത്ത വസ്തുക്കൾക്ക് മൂല്യം നിശ്ചയിക്കാൻ കോടതിക്ക് അനുമതി നൽകണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം. 1984 മുതലാണ് പൊതുമുതൽ നശിപ്പിക്കൽ തടയൽ നിയമം നിലവിൽ വരുന്നത്. ഇതിന്മേൽ കാര്യമായ ഭേദഗതികൾ അതിനുശേഷം വന്നിട്ടില്ല. 22ാം നിയമ കമ്മീഷന്റെ 284ാം റിപ്പോർട്ടിലാണ് ഈ നിർദ്ദേശമുള്ളത്. കർണാടക ഹൈക്കോടതിയുടെ മുൻ ചീഫ് ജസ്റ്റിസ് ഋതുരാജ് അവസ്ഥി അധ്യക്ഷനായ കമ്മീഷനാണ് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത്. സ്വകാര്യ വസ്തുക്കളാണ് നശിപ്പിക്കപ്പെടുന്നതെങ്കിൽ അതിന് കേരളത്തിൽ നിലവിലുള്ളതുപോലത്തെ നിയമം കേന്ദ്രം ഉണ്ടാക്കുമെന്നും ശുപാർശയുണ്ട്. 2019 സ്വകാര്യ വസ്തു നശിപ്പിക്കൽ നിയമം കൊണ്ടുവന്നിരുന്നു കേരള നിയമസഭ. സംഘടനകൾ ആഹ്വാനം ചെയ്യുന്ന പ്രകടനങ്ങൾ, ഹർത്താലുകൾ തുടങ്ങിയവയുടെ വീഡിയോ പിടിച്ച് അവ തെളിവ് സാമഗ്രിയായി സബ് ഡിവിഷണൽ മജിസ്ട്രേറ്റിനോ എക്സിക്യൂട്ടീവ് മജിസ്ട്രേറ്റിനോ സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്.